7-8 മാസങ്ങൾക്ക് ശേഷം മമ്മൂക്ക വന്ന് ദാരിദ്ര്യ വിമുക്ത കേരളത്തിൻ്റെ പ്രഖ്യാപന വേദിയിൽ മനോഹരമായൊരു പ്രസംഗം നടത്തി. ഈ മമ്മൂക്കയുടെ പ്രസംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പല കാര്യങ്ങളിലും പുള്ളിയോട് വിയോജിക്കാറുണ്ടെങ്കിലും പറയേണ്ട സമയവും സന്ദർഭവും നോക്കി ആവശ്യമുള്ളത് മാത്രം ആവശ്യത്തിന് സംസാരിച്ചു പോകുന്ന ഒരാളാണ് അദ്ദേഹം. നമ്മുടെ കലങ്ക് രാജാവിനെ പോലെ ഈ പറയുന്ന അതിഭാവുകത്വവും അത്യാപൂർവമായ അനുഭവങ്ങളും അല്ലെങ്കിൽ അത്തരം ചില ഭാവങ്ങളും ധാർഷ്ട്യങ്ങളും ഒന്നും ഈ പറയുന്ന മമ്മൂക്കയ്ക്കില്ല. ഈ സൂപ്പർ മെഗാസ്റ്റാർ എന്നൊക്കെ പറയുന്നത് കേവലം അഭിനയ തികവിൽ മാത്രമല്ല, പലപ്പോഴും വേദി മനോഹരമായി കൈകാര്യം ചെയ്യുന്നതിൽ കൂടിയാണ്. യഥാർത്ഥത്തിൽ ആ വേദിയിൽ വന്ന് വളരെ കൃത്യമായി അതിന് എഫേർട്ട് എടുത്തവരെ അഭിനന്ദിച്ചതോടൊപ്പം ആ വേദിയിൽ പറയേണ്ടതുപോലെ തന്നെ ദാരിദ്ര്യമെന്നത് പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല, അത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാക്കുന്നതേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ വളരെ മനോഹരമായി പറയേണ്ടത് അത്രയും പറഞ്ഞു. കൂട്ടത്തിൽ താൻ കേരളത്തോളം ചെറുപ്പമാണെന്നും എന്നെക്കാൾ ഇളയതാണ് കേരളമെന്നും വളരെ ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്നും പ്രായവും സൗന്ദര്യവും അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിൽ വലിയ ജാഗ്രതയും ശ്രദ്ധാലുവുമായ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വളരെ തികഞ്ഞ സന്തോഷത്തോടെയാണ് കേട്ടത്. നമസ്കാരം. ഞാനൊരു 5-8 മാസത്തിന് ശേഷം ആദ്യമായിട്ടൊരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഈ കേരളപ്പിറവി ദിനം തന്നെ ആയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിനേക്കാൾ ഒരു 4-5 വയസ്സ് കുറവാണ്. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ 20-ലൊരു ഭാഗം പോലുമില്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത്. ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് മുന്നിലാണ്, മറ്റു വളരെയൊക്കെ അപേക്ഷിച്ച് മുന്നിലാണ്. ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ ബോധത്തിൻ്റെ, നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ. ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ്. ഒരുപാട് പ്രതിസന്ധികളെ കേരള ജനത തോളോട് തോൾ ചേർന്ന് നിന്ന് അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തേക്കാൾ നമ്മുടെ ദാരിദ്ര്യരേഖ ഒരുപാട് കുറഞ്ഞ് ഈ നിലയിലെത്തിച്ചതും നമ്മുടെ സാമൂഹ്യ ബോധമാണ്, നമ്മുടെ സാമൂഹ്യ സമ്പത്താണ്. പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും മറ്റ് അതിർവരുമ്പുകളില്ലാതെ ഉള്ള നമ്മുടെ സാഹോദര്യവും തന്നെയാണ്. ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവ്വം അവർ നിർവഹിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ നിന്നും ഉണ്ടാവണം. അതുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-9 മാസമായി ഒരു പൊതുവേദിയിലോ നാട്ടിലോ ഒന്നും ഇറങ്ങാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളത്തുനിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരു 6-7 മാസങ്ങൾക്കകം ആ യാത്ര കൂടുതൽ സുഗമമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് വികസനം തന്നെയാണ്. പക്ഷേ വികസനമെന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം.
ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ, എൻ്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിൻ്റെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം, ദാരിദ്ര്യത്തെ അതിജീവിക്കാം. ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല. ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും. ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ, ആരംഭമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരു കേരളപ്പിറവി ദിനവും ഇന്ന് ജനിച്ച എല്ലാവർക്കും ജന്മദിനവും ആസ്വദിക്കും. അത് മാത്രം പറയാനല്ല, ഇതിനു മുമ്പ് ഈ കേരളത്തെ ബാധിക്കുന്ന വർഗീയ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരാശംസ ചോദിച്ചപ്പോഴും മമ്മൂക്ക ഇതുപോലൊന്ന് പറയുകയുണ്ടായി. അത് കേട്ടിങ്ങനെ അത്ഭുതസ്തബ്ധനായി ഞാനും നിന്നുപോയി. കാരണം പറയേണ്ടത് മാത്രം, പറയേണ്ടതത്രയും, പറയേണ്ടതുപോലെ പറയേണ്ട സ്ഥലത്ത് മമ്മൂക്ക പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജാതി, മതം, വർണ്ണം, വർഗം, വംശം, ദേശം, കാലം എന്നിവ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് വേർതിരിച്ചിട്ടുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ വികാസത്തിലൂടെ ലോകം ഒരുപാട് ചെറുതായി. പക്ഷേ മനസ്സുകൊണ്ട് നമ്മൾ പരസ്പരം ഒരുപാട് 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 അകന്നു പോയിരിക്കുന്നു. ഈ അകൽച്ച ഒന്നുകിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കുറയ്ക്കുക. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ആത്യന്തികമായി നമ്മൾ മനുഷ്യരാണ്, ബാക്കിയെല്ലാം പിന്നെ. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും നീങ്ങി കൂടുതൽ സന്തോഷത്തോടെ അദ്ദേഹം ഇനിയും ഒരുപാട് കാലം ചെറുപ്പക്കാരനായി സ്ക്രീനിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.